ഇന്ന് വൈകിട്ട് ഇവിടെ നടക്കുന്ന ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. നാളെ ഇവിടെ നടക്കുന്ന ലോമൻ്റെ വിവാഹ ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ കർത്താവിൻ്റെ എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ ചൊരിഞ്ഞ് ശുശ്രൂഷകളെല്ലാം ദൈവം മാനിക്കേണ്ടതിന് നാം ഒന്നിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ഇവിടെ കൂടി വന്നിരിക്കുന്നു. വലിയവനായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യയെ പകർന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുക, കടന്നു വരുവാനായിട്ട് താല്പര്യപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കർത്താവ് കൂട്ടിവരുത്തുക. അല്പസമയം നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ മനോഹരമായ നല്ല സന്ധ്യയുടെ യാമത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ ആഗ്രഹിച്ച് തീരുമാനിച്ചതായ ഞങ്ങളുടെ പ്രിയ മകൻ ഫിലോമോൻ്റെ വിവാഹം നാളെ നടത്തുവാനുള്ള ഒരുക്കത്തോടെ ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. ഈ സന്ധ്യയിൽ ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ പ്രാർത്ഥനയ്ക്കായി ദൈവമുഖം അന്വേഷിപ്പാൻ കൂടി വന്നിരിക്കുന്നല്ലോ. അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളുടെ മധ്യമുള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം ദൈവസന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ. നാളത്തെ വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മധ്യയെ പകർന്ന് കർത്താവ് ഞങ്ങളെ മാനിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാനുള്ളവരെ കർത്താവ് കൂട്ടിവരുത്തണം. എല്ലാ നിലയിലും അവിടുത്തെ നാമം മഹത്വമെടുക്കുവാൻ ഇടയാക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് അവിടുന്ന് ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ വാത്സല്യ സഹോദരന്മാർ ഇപ്പോൾ പ്രാർത്ഥന. ശിക്ഷ
നമ്മളെവിടെ കൂടിയാലും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ സന്തോഷത്തോടെ ആയിരുന്നു. ഈ കർത്താവിനെ നല്ല കർത്താവിനെ സ്തുതിക്കുന്ന ഒരു ഗാനം കൂടി ഞാൻ പാടുവാനായിട്ടായിരുന്നു. സർവ്വ നന്മകൾക്കും സർവ്വദാനങ്ങൾക്കും ഉറവിടമായ കർത്താവിനെ സ്തുതിക്കുന്ന ആ സ്തോത്രഗാനത്തോടെ നമുക്ക് ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചു നമുക്ക് ചേർന്ന് പാടാം. സർവദാനങ്ങൾക്കും
സർവ്വനന്മകൾക്കും സർവ്വദാനങ്ങൾക്കും ഉറവിടമായ കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇത്രത്തോളം ദൈവം നമ്മെ കൊണ്ടുവന്ന, ഇത്രത്തോളം ദൈവം നമ്മെ നടത്തിയ ദൈവത്തിൻ്റെ എല്ലാ അത്ഭുത വഴികളെയും ഓർത്ത് അല്പസമയം നന്ദിയുള്ളവരായി നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ നിലയിൽ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ എല്ലാ നന്മകളെയും ഓർത്ത് നന്ദിയോടെ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ ഫിലോമോൻ്റെയും പ്രിയാമോളുടെയും വിവാഹം കർത്താവിൻ്റെ വരവ് താമസം ആയാൽ നാളെ 10 മണിക്ക് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ആ വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവിന്റെ ദാസന്മാരെ ദൈവകരങ്ങളിൽ ഉപയോഗിക്കുവാൻ മൂവാറ്റുപുഴയിൽ നിന്ന് കടന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവര് തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഒന്നും കൂടാതെ കൃത്യസമയത്ത് ഇവിടെ വന്നു ചേരുവാൻ നാളെ നടക്കുന്ന വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ധന്യമായൊരു കുടുംബജീവിതം നയിക്കുവാൻ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നന്മകളും കർത്താവ് ചൊരിഞ്ഞ് അവരെ അനുഗ്രഹിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനാണ് ഇന്ന് ഈ സന്ധ്യയിൽ നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത്. പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം നമ്മുടെ മധ്യയുണ്ട്.
നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സഫലമാക്കുന്നവനായ ദൈവം നമ്മുടെ മധ്യയുണ്ട്. ആകയാൽ നാളെ നടക്കുന്ന വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നന്മകളും ആ ശുശ്രൂഷയിൽ പകർന്ന് കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് കൊച്ചമ്മ പ്രാർത്ഥിക്കും, സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് സാമുചാരനും പ്രാർത്ഥിക്കും. ഞങ്ങളെ സഹായിച്ചു, ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ഈ ഒരു ദിവസം ദാനമായി തന്ന ഈ ദിവസം നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ കൂടി വന്നിരിക്കുകയാണ്. കർത്താവ് പ്രത്യേകാല ഇതൊരു പ്രത്യേക സന്ദർഭമായിട്ട് ഞങ്ങൾ കൂടുമ്പോൾ തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഉണ്ടായിരിക്കണം, തുടർന്ന് ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ വാഗ്ദത്ത പ്രകാരം കടന്നു വന്നിരിക്കുകയാണ്. സ്തോത്രം. നിന്നെ പൂർണ്ണമായിട്ട് അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന അല്പസമയം ആയിരിക്കാൻ സഹായിക്കണം. ഞങ്ങളിവിടെ കൂടി വന്നത് പ്രത്യേകാല കർത്താവ് ഈ വിവാഹത്തോടനുബന്ധിച്ചുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. കർത്താവ് ഞങ്ങൾ നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരൻ ജോയിയുടെയും കുടുംബത്തിൻ്റെയും ഏറിയ നാളത്തെ പ്രാർത്ഥനയും അതുപോലെ ചേർന്ന അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഒരു സന്ധ്യാസമയം നീ ഒരുക്കിയതിനാൽ സ്തോത്രം. ഈ സന്ധ്യാസമയത്ത് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകണമേ. ആഗ്രഹിക്കുന്നവരെ പെട്ടെന്ന് കൊണ്ടുവരുമാറാകണമേ. കർത്താവ് ഇത്രത്തോളം കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഫിലിമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ ആരംഭിക്കുന്ന കുടുംബജീവിതം കർത്താവ് നിന്നോടൊത്തായിരിക്കാൻ ഇടയാക്കണം. നീ അവരുടെ കുടുംബജീവിതത്തിൽ ഒരു മുപ്പരി ചടരായിട്ട് കൂടിയിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഉയരത്തിൽ ദാനമായി നൽകി. കർത്താവ് ഉയരത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും ഭൂമിയിൽ നിന്ന് അനുഗ്രഹങ്ങളും അവർക്ക് കൊടുത്ത് അവരെ നീ മാനിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതം മറ്റുള്ളവർക്കൊരു മാതൃകയായും ദൈവത്തെ ഉയർത്തുന്ന ഒരു കുടുംബജീവിതമായിരിക്കാൻ അവരെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാളെ പകൽക്കാലം യാത്ര ചെയ്യുന്ന എല്ലാവരെയും ഞങ്ങൾ തിരുക്കരങ്ങൾ തരുന്നു. എല്ലാവരുടെ വാഹനങ്ങളും നീ കൺട്രോൾ ചെയ്യുമാറാകണം. ഒരു പ്രയാസമില്ലാതെ എവിടെയെല്ലാം കർത്താവ് പ്രിയപ്പെട്ടവർ യാത്ര ചെയ്യുന്നുവോ അവിടെയൊക്കെ നിൻ്റെ സാന്നിധ്യം അവരുടെ മറവിൽ അവരെ നിർത്തി മേഘസ്തംഭത്തിൻ്റെ കീഴെ നിർത്തി അവരെ കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾക്ക് ഇങ്ങനെ തന്ന സമയത്തിനാണ് സ്തോത്രം. നാളത്തെ ശുശ്രൂഷകളെ ഒന്നും കൂടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് അനുഗ്രഹമാക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കർത്താവ് ആ കൺട്രോളിൽ എല്ലാം നടപ്പാനും ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷന്മാരെ എല്ലാം പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യാനുമായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും നീ പൂർണ്ണ കൺട്രോളിൽ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ചേർന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും തമ്മിൽ സന്തോഷിപ്പാനും അല്ലെങ്കിൽ അതിൽ കൂടെ ദൈവത്തിന് മഹത്വം വരുവാനും കാരണമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷയിലും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ എന്നിട്ട് നാമം മഹത്വം എടുക്കട്ടെ. യേശുവിൽ അപേക്ഷിക്കുന്നു. കർത്താവെ കൃപ തോന്നി കേൾക്കണമേ. ഇന്ന് നമുക്കിങ്ങനെ ഒരുമിച്ച് ഇവിടെ കൂടുവാൻ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ജോയേട്ടനും കുടുംബവും ദീർഘനാളുകളായി പഴഞ്ഞിയിലുള്ള നമ്മുടെ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ കർത്താവിനെ വിശ്വസ്തയോടെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ്. ദൈവം അവർക്ക് ദാനമായി 3 ആൺകുഞ്ഞുങ്ങളെ നൽകുവാനിടയായി. മൂത്ത മകൻ വിവാഹിതനായി അനുഗ്രഹീതമായ ജീവിതം നയിക്കുന്നു. ഫിലോമോൻ്റെ വിവാഹപ്രായമായപ്പോൾ അവരും സഭയും അനേക ദൈവമക്കളും പ്രിയ ഫിലോമോന് തക്കതായൊരു തുണയെ ദൈവം ഒരുക്കി. അവൻ്റെ വിവാഹ ജീവിതം
ധന്യമായി തീരുവാനായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം തൻ്റെ മകന് വേണ്ടി തക്ക സമയത്തൊരു വഴിയൊരുക്കി. അതിൻ്റെ എൻഗേജ്മെൻറ്റ് ഭംഗിയായി നടക്കുവാനിടയായി. നാളെ ആ വിവാഹം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ ദൈവകരങ്ങളിൽ ആ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടാണ് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവിധമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി നടത്തിത്തരുന്നവനായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവത്തെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദം, ദൈവത്തിന് അനേക പേരുകൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓരോ നിലകളിലാണ്. സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നു ദൈവത്തെക്കുറിച്ച്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്: പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. സങ്കീർത്തനത്തിൽ അവിടെ ദൈവഭക്തൻ ദൈവത്തെ കാണുന്നത് പ്രാർത്ഥന കേൾക്കുന്നവനായിട്ട്. ഇന്ന് ഈ രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഉറപ്പുള്ളവരാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ഒരു ദൈവവൈതലിനെ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം, പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ടാണ്. നിശ്ചയമായും ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം പ്രിയ മകനു വേണ്ടി ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇവിടെ പ്രിയ ഫിലോമോൻ ഒരുക്കത്തോടെ ആയിരിക്കുന്നത് പോലെ അവിടെ മൂവാറ്റുപുഴയിലും ഒരു സഹോദരി റിയാമോൾ നാളത്തെ ദിവസത്തിനു വേണ്ടി അവരുടെ മാതാപിതാക്കളെല്ലാം ഒരുക്കത്തോടെ ആയിരിക്കുകയാണ്. ബന്ധുമിത്രാദികളെല്ലാവരും നാളെ നടക്കുന്ന വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്കെല്ലാവർക്കും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കാലാവസ്ഥ അനുകൂലമാകണം. ദീർഘദൂരം യാത്ര ചെയ്താണ് അവർ കടന്നു വരുന്നത്. അവരുടെ യാത്രയിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണം. ശുശ്രൂഷകളെല്ലാം ധന്യമായി തീരണം. എല്ലാ ക്രമീകരണങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായി തീരുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ചുരുങ്ങിയ ചില മിനിറ്റുകൾ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ പ്രാർത്ഥന എത്രയും വേഗത്തിലൂടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. 27-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്: യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. സർവശക്തനായ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ കാണുവാൻ കഴിയും. സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. നമുക്ക് വേണ്ടി പണിയുന്നവനായൊരു ദൈവം, നമ്മെ കാവൽ ചെയ്യുന്നവനായൊരു ദൈവം. വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നല്ലൊരു പണിക്കാരൻ. ആശാരി കുടുംബത്തിൽ ജനിച്ച് കേടുപാടുകളെ പോക്കി പുതിയതാക്കി പുതിയതിനെ പണിയുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എത്ര തകർന്നതിനെയും എത്ര നിരാശപ്പെട്ടതിനെയും പണിതെടുക്കാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിനെയാണ് വേദപുസ്തകം നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തി തരുന്നത്. സമൂഹം വെറുത്തവരായിക്കൊള്ളട്ടെ, വീട്ടുകാർ വെറുത്തവരായിക്കൊള്ളട്ടെ, എല്ലാവർക്കും തലവേദന വിഷയമായി മാറിയ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, അതിനെയൊക്കെ നന്നായി പണിയാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിനെയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. കർത്താവായ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചൊരു കാര്യം, ദീർഘവർഷങ്ങളായി വീട്ടിൽ താമസിക്കുവാൻ കഴിയാതെ അനവധിയായ പൈശാചിക ബന്ധനങ്ങളിൽ കുടുങ്ങി കല്ലറകളിൽ പാർത്തിയ ഒരു മനുഷ്യൻ അല്ലേ. അദ്ദേഹത്തെ കാണുന്ന ആളുകൾ അദ്ദേഹത്തോട് അടുക്കാതെ അകന്നു വഴിമാറിപ്പോവുകയാണ്. ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ മുൻപിൽ ചെന്ന് വെട്ടാൽ ഉപദ്രവിക്കും. അതുകൊണ്ട് അവൻ്റെ ഉപദ്രവം ഇല്ലാതാക്കാൻ വേണ്ടി ചങ്ങലകളൊക്കെ കൊണ്ടുവന്ന് ബന്ധിച്ചിട്ടും
അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. എല്ലാവർക്കും പേടി സ്വപ്നമായി തീർന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് യേശു വന്നു. അവനെ ബന്ധിച്ചിരുന്ന, അവനെ ബാധിച്ചിരുന്ന, അവനെ തകർത്തുകൊണ്ടിരുന്ന ആ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് അവന് വിടുതൽ നൽകി സുബോധമുള്ള ഒരു മനുഷ്യനാക്കി അവൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും സമൂഹത്തിനും പ്രയോജനമുള്ളവനാക്കി മാറ്റി അവനെ നന്നായി പണിത കർത്താവിൻ്റെ പ്രവൃത്തിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ജീവിതത്തിൽ എത്ര തകർന്നതിനെയും പണിതെടുക്കുവാൻ യേശുവിന് കഴിയും. നമ്മുടെ ഫിലോമോൻ ഇത്രയും നാൾ ഒറ്റയ്ക്കായിരുന്നു. നാളെ കർത്താവിൻ്റെ വരവ് താമസമായാൽ അവൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കും. ഒരു പുതിയ കുടുംബം കൂടെ നാളെ ഭൂമിയിൽ ഉടലെടുക്കുകയാണ്. ഇന്ന് വരെ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും ഒക്കെ ഏറ്റെടുത്ത് ഒരു കുടുംബനാഥനായിട്ട് ഒരു ജീവിതത്തിൻ്റെ പുതിയ അനുഭവത്തിലേക്ക് താൻ പ്രവേശിക്കുകയാണ്. മനുഷ്യൻ്റെ കഴിവുകൾ കൊണ്ടോ മനുഷ്യൻ്റെ മിടുക്കുകൾ കൊണ്ടോ അവൻ്റെ പണത്തിൻ്റെ ശേഷി കൊണ്ടോ ആരോഗ്യം കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷേ കർത്താവായ യേശു ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു വരുന്നുണ്ട്. അവിടെ വന്നിട്ട് പറയുന്ന ഭാഗം ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്: എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിലനിൽക്കണമെങ്കിൽ, അത് ശാശ്വതമായി മാറണമെങ്കിൽ, അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായി മാറണമെങ്കിൽ, ദൈവത്തെ കൂടാതെ ചെയ്യുന്നതെല്ലാം തകർന്നു പോകും. എന്നാൽ ദൈവത്തെ കൂട്ടി നമ്മൾ ചെയ്യാൻ നിന്നാൽ അതിനെ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട്. എങ്ങനെയാണ് വീട് പണിയേണ്ടുന്നത്? എങ്ങനെയാണ് ഭവനം പണിയേണ്ടുന്നത്? എങ്ങനെയാണ് കുടുംബജീവിതം പണിയേണ്ടുന്നത്? കുറേ ലക്ഷം രൂപയുള്ളത് കൊണ്ടാണോ? രണ്ടുപേർക്കും നല്ല ജോലി ഉള്ളത് കൊണ്ടാണോ? സഞ്ചരിക്കുവാൻ നല്ല വാഹനമുള്ളത് കൊണ്ടാണോ? പാർക്കുവാൻ മനോഹരമായ വീടുള്ളത് കൊണ്ട് എല്ലാ പണിയും നടക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? സാധ്യമല്ല. ഇതെല്ലാം നഷ്ടപ്പെടുന്നതാണ്. പക്ഷെ ഇതൊന്നുമില്ലെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ ഭക്തന്മാരെ പണിതെടുക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം. എങ്ങനെ പണി നിലനിൽക്കും? കുടുംബജീവിതം എങ്ങനെ നിലനിൽക്കും? ക്രിസ്തീയ ജീവിതം എങ്ങനെ നിലനിൽക്കും? ജീവിതത്തിൻ്റെ തകർച്ചയിൽ നിന്ന് നമുക്ക് എങ്ങനെ നന്നായി പണിത് ഉയരത്തിലേക്ക് എത്തുവാൻ കഴിയും? കർത്താവായ യേശു പറഞ്ഞു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ. അപ്പോൾ എങ്ങനെ കുടുംബജീവിതം പണിയണം? എങ്ങനെ കുടുംബജീവിതം നയിക്കണം? എങ്ങനെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കണം? അതിനൊക്കെ മാർഗനിർദ്ദേശം തന്ന വിശുദ്ധ ബൈബിൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഒരു വിശിഷ്ട ഗ്രന്ഥമായി സൂക്ഷിച്ചു വെക്കുവാനുള്ളതല്ല. ദിനംതോറും ഇത് തുറന്നു വായിച്ച് ദൈവത്തിൻ്റെ ആലോചന തിരിച്ചറിഞ്ഞ് ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് കേട്ട അനുഭവത്തിൽ പണിയപ്പെടുന്ന ഒരു കുടുംബത്തെ തകർക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് അനുഭവിക്കുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമല്ലോ. സ്തോത്രം. യേശു പറഞ്ഞു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നു. ഒരു ഭർത്താവിൻ്റെ കടപ്പാടുകൾ എന്തൊക്കെയാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാര്യയുടെ കടപ്പാടുകൾ എന്തൊക്കെയാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കളുടെ കടപ്പാടുകൾ എന്തൊക്കെയാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. മക്കളുടെ കടപ്പാടുകൾ എന്തൊക്കെയാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളുടെ കാരണം എന്നാന്ന് ചോദിച്ചാൽ അവരവരുടെ ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും മറന്നു പോകുന്നതാണ്. നമ്മളെല്ലാവരും കൂടെ ഇലക്ഷനിൽ വോട്ട് ചെയ്ത് ഒരു സർക്കാരിനെ വിജയിപ്പിച്ചു വിടുന്നുണ്ട്. പ്രധാനമന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ഭരണാധികാരികളൊക്കെ ആയിട്ട് രാജ്യം ഭരിക്കുവാൻ, സംസ്ഥാനം ഭരിക്കുവാൻ ഓരോരുത്തരെയും നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുന്നുണ്ട്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ജനങ്ങളോട് ചില കടപ്പാടുകളുണ്ട്. ആ കടപ്പാടുകൾ മറന്നു പോകുമ്പോൾ ഇവിടെ അസ്വസ്ഥതകളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, സമരങ്ങളുണ്ടാകും, ഹർത്താലുകളുണ്ടാകും, വിഷയങ്ങളുണ്ടാകും. അതുപോലെ അപ്പന്മാർക്കും മക്കളോട് ചില കടപ്പാടുകളുണ്ട്, മക്കൾക്ക് അമ്മയപ്പന്മാരോട് ചില കടപ്പാടുകളുണ്ട്, കുടുംബ ബന്ധങ്ങൾ തമ്മിൽ കടപ്പാടുകളുണ്ട്. ആ കടപ്പാടുകൾ മറക്കുമ്പോൾ അവിടെ വിഷയങ്ങളുണ്ടാകുന്നു, അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നു.
ഓരോരുത്തരുടെ ഉത്തരവാദിത്വങ്ങളും ഓരോരുത്തരുടെ കടപ്പാടുകളും എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നിന്നാൽ നന്നായി പണിയുന്ന ഒരു കർത്താവ് കൂടെ ഉണ്ടാകും. കുടുംബജീവിതം ആരംഭിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും നാളെ അതിനെക്കുറിച്ച് ഇവിടെ ദൈവദാസന്മാർ പ്രസംഗിക്കും. ഭർത്താവിൻ്റെ കടപ്പാടെന്താ, ഭാര്യയുടെ കടപ്പാടെന്താ. ലോമനെ ബൈബിൾ ഭാഗങ്ങളുണ്ട്, വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടി ഒന്ന് വായിക്കണം കേട്ടോ. ഭർത്താവിൻ്റെ കടപ്പാടെന്താ, ഭാര്യയുടെ കടപ്പാടെന്താ. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പണിയാൻ തുടങ്ങിയാൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാറമേൽ അടിസ്ഥാനമിട്ടാൽ നമ്മൾ പണിയുന്നതെങ്കിൽ അവിടെ കർത്താവ് പറഞ്ഞു, എത്ര മഴ വന്നാലും, എത്ര വെള്ളം പൊങ്ങിയാലും, എത്ര കാറ്റടിച്ചാലും, എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടാകാനും വീഴിക്കാൻ കഴിയാതെ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. അപ്പൊ ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരമല്ലാതെ പണിയപ്പെടുന്ന പണി, രണ്ട് പണിയെക്കുറിച്ചാണ് കർത്താവോട് പറയുന്നത്. ഒന്ന് ബുദ്ധിയുള്ളവൻ്റെ വീട് പണിയും, മറ്റൊന്ന് ബുദ്ധിയില്ലാത്തവൻ്റെ വീട് പണിയും. എന്താ ബുദ്ധിയില്ലാത്തവൻ്റെ വീട് പണി? ബുദ്ധിയില്ലാതെ പോയതെന്താ? ആരാണ് ബുദ്ധിമാൻ? ലോകപ്രകാരം ഞാൻ നിങ്ങളോട് ചോദിക്കുക, ആരാ ബുദ്ധിമാൻ? നമുക്കൊക്കെ ഒത്തിരി മറുപടി പറയാൻ കഴിയും. ആരാ ബുദ്ധിമാൻ? അയ്യോ അല്ലേ, ഈ കഴിഞ്ഞിടയ്ക്ക് ലോകപ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഒത്തിരി പരിമിതികളുള്ള മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ മരിച്ചു. ഏതോ രാജ്യത്ത് ജീവിച്ചിരുന്ന ആ മനുഷ്യനെ കുറിച്ച് നമ്മുടെ രാജ്യം, ലോകം മുഴുവനും വാർത്തകളായിരുന്നു. കാരണം അദ്ദേഹം എത്രയോ ബുദ്ധിമാനായിരുന്നു, എത്രയോ ഉന്നതനായിരുന്നു. ഒരുപക്ഷെ ചില ആളുകൾ പറഞ്ഞേക്കാം, ആ മനുഷ്യനാ ബുദ്ധിമാൻ. അപ്പം ചിലർ പറഞ്ഞേക്കും, അല്ല, അതിനേക്കാൾ ബുദ്ധിമാൻ ആരാണ്? അമേരിക്കൻ പ്രസിഡന്റാണ്. ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റാണ് ബുദ്ധിമാൻ. അപ്പോൾ വേറെ ആൾ പറയാം, അല്ല, അതിനേക്കാൾ ബുദ്ധിമാൻ എത്രയോ ആളുകളുണ്ട്. പക്ഷേ വേദപുസ്തകം പറയുന്ന ബുദ്ധിമാൻ ആരാണെന്നറിയാമോ? സങ്കീർത്തനത്തിൽ പറയുന്നു, അതെ, യഹോവയെ അന്വേഷിക്കുന്നവൻ. സ്വർഗത്തിൽ നോക്കുക, യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. അറിയാവുന്നവരെന്ന് പറഞ്ഞ്, യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുക. ദൈവത്തെ അന്വേഷിക്കുന്നതാ ബുദ്ധി. യഹോവ ഭക്തിയാ ജ്ഞാനത്തിൻ്റെ ആരംഭം. ബുദ്ധി എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിയുക, ദൈവവചന സത്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിയുക. അത് മനസ്സിലാക്കുവാൻ പ്രിയ ഫിലോമോന് ദൈവം കൊടുത്ത ആ ദൈവിക വെളിപ്പാടിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ വെളിപ്പാട് മനസ്സിലാക്കി രക്ഷിക്കപ്പെട്ടു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റു. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ഭാഗ്യം കൊടുത്ത പ്രിയ മകനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രിയ മകൾക്കും അങ്ങനെ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനും ദൈവം ഭാഗ്യം കൊടുത്തു. അങ്ങനെ രണ്ടുപേർ ചേർന്നുള്ള വിവാഹം നാളെ ഒരു വിശുദ്ധ വിവാഹമായി അത് മാറുവാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒരിക്കലും താഴ്ന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. അതുകൊണ്ട് ആ നല്ല കർത്താവിനെ നമ്മുടെ കൂടെ ക്ഷണിക്കാം, കർത്താവിന് വേണ്ടി ജീവിക്കാം, കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ വിഷയങ്ങളെല്ലാം നമുക്ക് ഏൽപ്പിക്കാം. ദൈവം ഏറ്റവും ധന്യപൂർണ്ണമായ ഒരു നല്ല ഐശ്വര്യപൂർണ്ണമായ നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, കുടുംബജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ എല്ലാവിധമായ അനുമോദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. നാളെ അതിന് പറയാനുള്ള അവസരങ്ങളുണ്ട്, എങ്കിലും ഇന്ന് ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം. പ്രിയ മകനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, ഒരു വാക്കൂടെ ഞാൻ പറയട്ടെ. നമ്മുടെ ജീവിതത്തെ പണിയാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ്, പാപത്തിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുക്കുവാൻ പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. പാപികളായ മനുഷ്യവർഗത്തിനു വേണ്ടി തൻ്റെ ജീവനെ നൽകി. ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എത്ര പാപമാണെങ്കിലും, എത്ര കടും പാപമാണെങ്കിലും അതെല്ലാം ക്ഷമിക്കുവാൻ കഴിയുന്നത് യേശുവിൻ്റെ രക്തമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാത്തവരായിട്ട് ആരെങ്കിലും ഈ ഓഡിറ്റോറിയത്തിലോ ഈ പരിസരത്തോ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, ലോകത്തിന് തരുവാൻ കഴിയാത്ത ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ മനുഷ്യനുണ്ടായതിലും അധികമായ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിൽ തരുവാൻ യേശുവിന് കഴിയും. ആ നല്ല കർത്താവിനെ നിങ്ങൾ വിശ്വസിക്കുക. ഈ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടൊരു ധന്യപൂർണ്ണമായ കുടുംബജീവിതം നയിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. നാളത്തെ ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിന് ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവിൽ ബഹുമാന്യനായ കർത്തൃദാസൻ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആസ്വാദം പറഞ്ഞ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ അവസാനിക്കുന്നതായിരുന്നു. ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുക ഇല്ല ഞാൻ നിന്നെ എൻ്റെ മഹത്വം കാണുക നീ എൻ്റെ കയ്യിൽ തരിക നിന്നെ എൻ്റെ മഹത്വം കാണുക നീ എൻ്റെ കയ്യിൽ തരിക നിന്നെ എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിയിടും ധരയിൽ എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിയിടും ധരയിൽ കരുതുന്നവൻ യേശുവല്ലയോ കലങ്ങുന്ന എന്തിനു നീ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുക ഇല്ല ഞാൻ നിന്നെ കണ്ണുനീരിൻ്റെ. ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം കൂടി ദൈവസന്നിധിയിൽ അടയ്ക്കാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട്, പ്രത്യേകിച്ച് നാളെ ഫിലേമോൻ്റെയും റിയുടെയും വിവാഹം നടക്കുകയാണ്. നമ്മളിവിടെ ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി അല്പസമയം പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. കർത്താവിൻ്റെ പണിയുന്ന യേശുവിനെ, തകർച്ചയിൽ നിന്നും ഉദ്ധരിക്കുന്ന യേശുവിനെ കുറിച്ച് നമ്മെ കേൾവിപ്പാനിടയായി നമ്മൾ ഒരുമിച്ച് കണ്ണുകളെ അടച്ച് തലകളെ ഉണക്കി നാളെ നമ്മുടെ ഫിലേമോൻ്റെ വിവാഹ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി നടക്കും. ഒരു നിമിഷം ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷയാകുന്ന ദൈവമേ, ഫിലേമോൻ്റെ നാളെ നടക്കുന്ന ഫിലേമോൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഇന്ന് അങ്ങനെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടി വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച യാചിച്ച എല്ലാ പ്രാർത്ഥനകളും യാചനകളും സ്വർഗത്തിലെ ദൈവം കേട്ടതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുക്കരം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടുത്തെ കുഞ്ഞുങ്ങളോടുകൂടെ ഉണ്ടായിരുന്നുവല്ലോ. നാളെ ഞങ്ങളുടെ പ്രിയ ഫിലേമോൻ വിവാഹം നടക്കുന്നു. അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല ശുശ്രൂഷയും ദൈവം അനുഗ്രഹമാക്കണം. പ്രിയമുള്ളവർ, ദൂരെ നിന്ന് കടന്നു വരാനുള്ളവരുടെ വാഹനത്തെ സ്വർഗത്തിലെ ദൈവം നിയന്ത്രിക്കണം. കാലാവസ്ഥയെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കണം. യാതൊരു പ്രയാസങ്ങളും വരാതെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ ശുശ്രൂഷ പൂർത്തീകരിച്ച് നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ പാതവിടെ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വം തിരുമേലെടുക്കണം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നമ്മോട് ഒരുമിച്ചും നാളെ നടക്കുന്ന ഫിലേമോന്റെ വിവാഹത്തോട് ഒരുമിച്ചും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. This one thing remains. Your love never fails, it never gives up, it never runs out on me. Your love never fails, it never gives up, it never runs out on me. Your love never fails, it never gives up, it never runs out.
your love. And on and on and on and on it goes. It overwhelms and satisfies my soul. And I never ever have to be afraid. There's one thing remains. There's
captive free. You lift the heavy burden, and even now you are lifting me. There is no healer like the Lord our Maker. There is no equal to the King of Kings. Oh, our God is with us, we will fear no evil. 'Cause you do impossible things. Yes, you do impossible things. Though I walk through the valley, darkness surrounding me, there you prepare a table in the presence of my enemies. Yeah, there is no healer like the Lord our Maker. There is no equal to the King of Kings. Oh, our God is with us, we will fear no evil. 'Cause you do impossible things. Yeah, you do the impossible possible. One word and the walls start falling. One word and the blind will see. One word and the sinners forgiven. 'Cause you do impossible things. One word and the walls start falling. One word and the blind will see. One word and the sinners forgiven. 'Cause you do impossible things. There is no healer like the Lord our Maker. There is no equal to the King of Kings. Oh, our God is with us, we will fear no evil. 'Cause you do impossible things. There is no healer like the Lord our Maker. There is no equal to the King of Kings. Oh, our God is with us, we will fear no evil. 'Cause you do impossible things. You do impossible. You do more than I could ask or even imagine. You are more than I could ask. You're more than enough. Impossible. You heal the brokenhearted. You set the captive